ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ആക്ച്വലി ഇന്ന് ജയ്പൂരാണുള്ളത്. ജയ്പൂരിലെ കാഴ്ചകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. നമുക്കിന്ന് ഹവാ മഹലിലേക്ക് പോകണം. ഹവാ മഹൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പല സിനിമകൾക്കും വേദിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ. എന്താ പറയുക, ഒരു തേനീച്ചക്കൂട് പോലത്തെ വലിയൊരു ബിൽഡിംഗ് കണ്ടിട്ട് നിങ്ങളെ പോസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. ഇതാണ് മെട്രോ, മനസ്സിലായ? ജയ്പൂരിൽ നിന്നുള്ള മെട്രോ ആണിത്. അപ്പോൾ നമുക്ക് മെട്രോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മെട്രോൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നത്. മെട്രോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് മെട്രോ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ മെട്രോ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹവാ മഹലിലേക്ക് ഇറങ്ങാവുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് രാവിലെ മെട്രോയിലേക്ക് കൂടിയാണ് ഹവാ മഹലിലേക്ക് പോകുന്നത്. അപ്പോൾ മെട്രോ വലിയ റഷൊന്നും കാണുന്നില്ല, വലിയ തിരക്കൊന്നും കാണുന്നില്ല. ജയ്പൂർ മെട്രോ ആണ്. ജയ്പൂരൊക്കെ മെട്രോ വന്ന് കുറേ കാലമായി. സോ ജയ്പൂരിലെ മെട്രോ ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അകത്ത് കയറി. അപ്പോൾ താഴെയൊക്കെ റോഡൊക്കെ കാണാൻ പറ്റും. ജയ്പൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ്. സിറ്റി ഈസ് എ ഗ്രോയിങ് സിറ്റി തന്നെയാണ്. അപ്പോൾ ഇതാണ് മെട്രോയുടെ അകത്ത്. വേറൊരു വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് സിറ്റിയാണിത്, ജയ്പൂർ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ നോക്കി ഞാൻ നിൽക്കുകയാണ്. ട്രെയിന് കുറച്ചൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ട്രെയിൻ വരും. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ നോക്കണം. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ജയ്പൂർ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ലാസ്റ്റത്തെ 2-3 ദിവസം ഇവിടെ ആയിരുന്നു, ഉദയ്പൂരായിരുന്നു. പിന്നെ അവിടുന്ന് പുഷ്കർ വന്നു. പിന്നെ ഇപ്പോൾ ജയ്പൂരുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ എന്താ പറയുക, ആഗ്ര പിടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അൽവാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. നമുക്ക് അൽവാർ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വേറൊരു മെട്രോ വന്നു, അത് അപ്പുറത്തെ ട്രാക്കിലെ മെട്രോ ആണത്. മെട്രോ മോശമൊന്നുമില്ല കേട്ടോ, നല്ല കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പുറത്തങ്ങനെ ഇതിൽ ഗ്രാഫിക്സ് ഒന്നും കാണുന്നില്ല. ഈ പരസ്യങ്ങളില്ലേ, നല്ല അടിപൊളി ഗ്രാഫിക്സോ അല്ലെങ്കിൽ നല്ല വേറെ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുന്നതിന് കാര്യം. പക്ഷെ അത് പരസ്യം ചെയ്ത് കൂടുതൽ വൃത്തികേടാക്കരുത്. നല്ല ഗ്രാഫിക്സ് ആയിട്ട് എടുത്താൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടി. കൊച്ചി മെട്രോ ഒക്കെ സൂപ്പർ, നല്ല ബ്ലൂ കളറല്ലേ. ഇത് സിൽവർ കളറാണ്. ഇതിൽ വലിയൊരു ഗ്രാഫിക്സ് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മെട്രോ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നതാണ് ഞാൻ കയറാൻ പോകുന്ന മെട്രോ, ഹവാ മഹലിലേക്കാണ്. ഇത് നല്ല അത്യാവശ്യം സൂപ്പർ മെട്രോ കേട്ടോ. നല്ല ദുബായിലൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പർ തന്നെ. അപ്പോൾ നമുക്ക് മെട്രോൻ്റെ അകത്തേക്ക് കയറാം. കണ്ട നല്ല അടിപൊളി മെട്രോ തന്നെയാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ ക്രൗഡൊന്നുമില്ല. ജയ്പൂർ പോലത്തെ സ്ഥലത്ത് ആരും ഇങ്ങനെ ഇതിനൊന്നും അങ്ങനെ ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നേരെ കുറച്ച് മുംബൈയിലൊക്കെ ആണെങ്കിലോ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുംബൈയിലൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മോ എന്തായിരുന്നു ആ ലോക്കൽ ട്രെയിനിലെ തിരക്കൊക്കെ. ഇവിടെ മെട്രോയിൽ നിന്ന് വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. ഇപ്പം ആക്ച്വലി രാവിലെ തന്നെയാണ്, വലിയ തിരക്ക് കാണുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ ഞാൻ നോക്കുമ്പോൾ ഈ ലൈറ്റ് ഇതില്ലേ, ഗ്ലാസ്സില്ലേ, വിൻഡോയിൽ ഈ കറുത്ത ഫ്രെയിം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സൺഗ്ലാസ് പോലത്തെ ആ ഒരു സൺഗ്ലാസ് പോലത്തെ ഒരു കറുത്ത ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തത്തെ കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. സോ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 3-4 സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഹവാ മഹലിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനിത് ഹവാ മഹലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ മെട്രോന്ന് അപ്പോൾ ക്യാമറ എടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇവരെന്താ ക്യാമറ എടുത്ത് നടക്കുന്നതായിരിക്കും. നോ പ്രോബ്ലം, നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതങ്ങനെ ഇറങ്ങി പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയ്പൂർ മെട്രോ നല്ല അടിപൊളി മെട്രോ തന്നെ, മോശമില്ല. സ്റ്റെയർ കേസ് കയറി നമുക്ക് എന്ത് ചെയ്യാം, പുറത്തിറങ്ങാം. സോ നമുക്ക് ഹവാ മഹലിലേക്ക് ഇന്ന് പോകേണ്ടതാണ്. ഹവാ മഹലിലെ കാഴ്ചകളും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് വേറെ 2-3 സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഹവാ മഹലിലെ അതിൻ്റെ വേറൊരു ഫേസ് എന്ന് പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ, ഇത് കാണാൻ വേണ്ടി. ഇതിവിടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ആദ്യം ഹവാ മഹലിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാം, മെയിൻ ഗേറ്റിലേക്ക് പോവാം. അതൊരു കൊട്ടാരമാണ്. ആക്ച്വലി ഇറ്റ്സ് എ പാലസ്, ഒരു പാലസ് പോലത്തെ ആണത്. ഹവാ മഹൽ ഒരു പാലസാണ്. സോ ഇതാണ് ജയ്പൂർ നഗരത്തിൻ്റെ ഭാഗമാണ്. ടുക്ക് വണ്ടിയൊക്കെ ഉണ്ടാക്കും. ടുക്ക് ഓട്ടോ തന്നെയാണ് മെയിനായിട്ട് ഇപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. കേരളം വിട്ട് ഏകദേശം നോർത്തിലൊക്കെ പോയാൽ അഹമ്മദാബാദ് ഇവിടെയൊക്കെ ഞാൻ ഈ ടുക്ക് ഓട്ടോ ഇപ്പോൾ ടുക്ക് ഓട്ടോനെ ഞാൻ കണ്ട്. രാജസ്ഥാനിലുണ്ട്, ഉത്തർപ്രദേശിലൊക്കെ ഈ സാധനമുണ്ട്.
ഇവിടെ മഹാരാഷ്ട്രയിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, മഹാരാഷ്ട്ര ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ കണ്ട ജയ്പൂരിലെ ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ട നിങ്ങൾ? നല്ല ശരിക്കും ഒരു എന്താ പറയുക, ഒരു പിങ്ക്, ഒരു ഓറഞ്ചും അല്ലെങ്കിൽ ഒരു ചുവന്നതും ഓറഞ്ചുമായിട്ടുള്ള ഒരു കളറാണ്. നമ്മൾ ഈ പഴയ മണൽക്കല്ലില്ല, മണൽക്കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. മണൽക്കല്ല് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് പോലത്തെ അതിനെ കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. സോ ആ ഒരു റെഡ് കളർ കാണാൻ പറ്റും, ഒരു കാവി പോലത്തെ കളറല്ലേ. അപ്പോൾ ഇവിടെ ബോർഡ് കണ്ട, ഹവാ മഹൽ. ഇതാണ് ഹവാ മഹൽ. അവിടെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, 9 മുതൽ 6:30 വരെയാണ്. ഇതാണ് ഹവാ മഹലിൻ്റെ എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഹവാ മഹലിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹവാ മഹലിൻ്റെ അകത്തേക്ക് കയറി. ഹവാ മഹൽ ഒരു കൊട്ടാരാണിത്. അപ്പോൾ ഇവിടെ ചെറിയ എന്താ പറയുക, നല്ല ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് മാർബിളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മാർബിളും കല്ലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല മഞ്ഞ കളർ, മഞ്ഞ പെയിൻ്റാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. നല്ല വാതിലുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ വാതിലുകളാണ്. ഇത് ഏകദേശം ഉണ്ടാക്കിയത് 1799 ഏകദേശം ഒരു 220 വർഷങ്ങൾക്ക് മുമ്പ്, 220 വർഷങ്ങളായി ഇത് ഉണ്ടാക്കിയിട്ട്. മഹാറാണ പ്രതാപ് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ പേര്. അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു നടുമുറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും, നടുമുറ്റം. അതുപോലെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒരു റെഡ് കളർ ബിൽഡിംഗ് കണ്ടിട്ട് ബാക്ക് സൈഡിൽ അതിൻ്റെ വേറൊരു മുഖം, അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് മുകളിൽ കണ്ട ആ സെൻട്രൽ ഭാഗത്ത് കാണാൻ പറ്റും. ഒരു തേനീച്ചക്കൂട് പോലെയാണത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമൊന്നുമില്ല. വാട്ടർ ഫൗണ്ടൈൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളിത് ഒരു ഹവാ മഹൽ, ഒരു കൊട്ടാരമാണിത്. ശരിക്കും ഒരുപാട് അറകൾ പോലെ ഉണ്ട്. ഈ അറകൾ എന്തിന് ഉണ്ടാക്കിയെന്ന് പറയുമോ? സ്ത്രീകൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് അക്കാലത്ത് പുറത്തൊന്നും അങ്ങനെ വരാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലുള്ള ചെറിയ അറകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇത് ശരിക്കും ഒരു ഹിന്ദു രജപുത്ര ശൈലിയിലാണ് ഈ കൊട്ടാരം അതുപോലെ ഹവാ മഹൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. രജപുത്ര വാസ്തുവിദ്യ അല്ലെ, രജപുത്ര വാസ്തുവിദ്യ എന്ന് പറയാം. അപ്പോൾ ഓരോരോ മന്ദിർ നമുക്ക് കാണാം. അതുകൊണ്ടാ പ്രതാപ് മന്ദിർ. ഓരോരോ ഈ ഭാഗത്തൊക്കെ ഓരോ മന്ദിറായിരിക്കാം. അന്ന് രാജാവ് താമസിച്ച റൂമുകളും അവരുടെ റൂമുകൾ, മറ്റേ ആവശ്യങ്ങൾക്കുള്ള റൂമുകളൊക്കെ ആയിരിക്കാം. വാതിലുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ചിത്രപ്പണികൾ ചെയ്ത വാതിലുകളൊക്കെയാണ്. വെരി വണ്ടർഫുൾ. ഏകദേശം നോക്കുമ്പം ഒരു ചെറിയൊരു അറേബ്യൻ ടച്ച് പോലും തോന്നുന്നുണ്ട് അല്ലേ നമുക്ക്. രാജസ്ഥാനി ഒരു മുഗൾ ടച്ചും പോലെ തോന്നുന്നുണ്ട്, ആ ഒരു ടച്ചും പോലെ നമുക്ക് തോന്നുന്നുണ്ട്. സോ ഇതിൻ്റെ ചുമരുകളിൽ കണ്ട നല്ല അടിപൊളി ഡിസൈനിങ്ങൊക്കെ ആക്കി വെച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് രാജകൊട്ടാരത്തിലെ മെയിനായിട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. സോ എനിവേ ഇറ്റ്സ് എ വണ്ടർഫുൾ. പിന്നെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട്. രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രാജസ്ഥാൻ, ഗുജറാത്തിനേക്കാൾ കൂടുതൽ ഫോറിനേഴ്സ് ഞാൻ കണ്ടത് രാജസ്ഥാനിലാണ്. ഗുജറാത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വന്നിടത്തോളം കണ്ടത്. കേരളത്തിൽ വളരെ കുറവാണ് കേട്ടോ. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ ഞാൻ കണ്ടത് ആ തിരുവനന്തപുരം ഉണ്ട്, പിന്നെ കന്യാകുമാരി, അത് തമിഴ്നാടിൻ്റെയാണ്. തിരുവനന്തപുരം കോവളം ഭാഗത്തുണ്ട്, പിന്നെ കൊച്ചിയിൽ, പിന്നെ നമ്മുടെ കൊല്ലം ആ വർക്കല സൈഡിലും കണ്ട്. പിന്നെ കർണാടകയിൽ ബാംഗ്ലൂർ, മൈസൂർ കണ്ടിന്. മൈസൂർ നല്ല ഫോറിനേഴ്സൊക്കെ കണ്ടിന് കുറച്ച്. മൈസൂർ പാലസൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഗോവയിലുണ്ട്. ഗോവ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ മുംബൈ ഉണ്ട്. മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ് കൂടുതലുണ്ട്, അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ കണ്ടത് ഗുജറാത്തിൽ വളരെ കുറവായിരുന്നു. ഗുജറാത്തിൽ അഹമ്മദാബാദിലുണ്ട്, ഇല്ലെന്നറിയില്ല. അഹമ്മദാബാദ് സബർമതി ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നല്ല ടൂറിസ്റ്റുകളെ, ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി. ജയ്പൂർ ഞാൻ കുറച്ച് അധികം കണ്ടു കേട്ടോ. ജയ്പൂർ കുറച്ചധികം നല്ല ടൂറിസ്റ്റുകളുണ്ട്. ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകൾ കണ്ടത് ജയ്പൂരാണ്. അത് വേറൊന്നുമല്ല, ജയ്പൂർ ഈസ് എ സിറ്റി ഓഫ് പാലസ് ആണ് അല്ലേ, കൊട്ടാരങ്ങളുടെ നാടാണ്. മൈസൂരും കൊട്ടാരങ്ങളുടെ നാടാണ്, ജയ്പൂരും കൊട്ടാരങ്ങളുടെ നാടാണ്. ഈ ഫോറിനേഴ്സ് മെയിനായിട്ട് വരുന്ന വലിയ ബിൽഡിംഗ് കാണാനൊന്നുമല്ല, ഇവർക്ക് ഈ ഗ്ലാസ് ബിൽഡിംഗ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി അതിലൊക്കെ ഉള്ള നാട്ടിൽ തന്നെ വരുന്നത്. അവർക്ക് ഈ ട്രഡീഷണലായ സാധനങ്ങൾ കാണണം, അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയണം, ഈ രാജ്യം എന്താണെന്ന് അറിയണം. ഇവിടുത്തെ കിങ്ഡം അല്ല, ഒരുപാട് കിങ്ഡം ഉണ്ട് ഇവിടെ. ഒരുപാട് തിരുവിതാംകൂർ, ദ കിങ്ഡം ഓഫ് അയോധ്യ, കിങ്ഡം ഓഫ് ഗരുഡ, അല്ല ഒരുപാടുണ്ട്, കിങ്ഡം ഓഫ് മൈസൂർ. ഇതൊക്കെ അറിയണം. ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് KFC മക്ഡൊണാൾഡും കഴിക്കാൻ വേണ്ടി വരുന്നൊന്നുമില്ല. അതൊക്കെ ഇവരുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രാജസ്ഥാനിൽ നല്ല ഫോറിൻ ടൂറിസ്റ്റുകളെ കണ്ടിരുന്നു. ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെയാണ് നമ്മുടെ കേരളത്തിന് വരേണ്ടത്. അവരുടെ വിദേശ നാണയം, അവരുടെ ഫോറിൻ കറൻസിയാണ് കേരളത്തിന് വേണ്ടത്, കേരളത്തിന് കിട്ടേണ്ടത്. എന്നാലോ കേരളത്തിലൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് കുറച്ചാൾക്കാരെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ അമ്മാതിരി ഫോറിൻ ടൂറിസ്റ്റുകൾ എന്ന് പറയാം, ഓരോ ബസ്സായിട്ടാണ് വരിക. വലിയ വലിയ ടൂർ ഓപ്പറേറ്റർമാർ, ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ, ടൂർ ഓപ്പറേറ്റേഴ്സ്, അവർ ഇവിടെ ഇങ്ങനെ ബസ്സിന് കൊണ്ടുവരും. ഒരുപാട് ടൂർ ഓപ്പറേറ്റർ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു പാലസിൽ പോയിട്ടുണ്ടായിരുന്നു, ഉദയപൂർ പാലസിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ, ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകൾ. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. സോ കേരളം അത് മനസ്സിലാക്കുക, കേരള അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടനാഴികളൊക്കെ കണ്ട, മുകളിലോട്ടുള്ള കൊട്ടാരത്തിൻ്റെ ഇടനാഴികളൊക്കെ ഇങ്ങനെയാണ് പണ്ട് കാലത്തുള്ളത്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ. നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, ഒരു ഇരുണ്ടതായിട്ടില്ല. ചില കൊട്ടാരങ്ങളൊക്കെ പെയിൻ്റൊക്കെ കുറച്ച് ഇരുട്ട് പോലെ ഉണ്ടാവും. പക്ഷേ ഇതിൽ നല്ല കളറൊക്കെ അടിച്ച് നല്ല മഞ്ഞ കളറൊക്കെ ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ് ഉണ്ട്, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. എല്ലായിടത്തും നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടിയിട്ട് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. സോ ഈ കൊട്ടാരത്തിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഞാൻ പറഞ്ഞ ആ ചുവന്ന ഭാഗത്തിൻ്റെ ബാക്ക് സൈഡ്, അപ്പർ സൈഡാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഇത് ഇറങ്ങിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുന്ന സമയത്ത് പുറത്ത് പോയിട്ട് നമുക്ക് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞൊരു തേനീച്ചക്കൂട് പോലെയുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായിട്ട്, അത് ഒരുപാട് സിനിമകളിലും ഒരുപാട് പോസ്റ്ററുകളിലൊക്കെ, ഹവാമഹൽ എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ പോസ്റ്ററുകളായിട്ട് നമുക്ക് അതാണ് ആദ്യം കാണാൻ പറ്റുക. ഹവാമഹൽ അതൊരു ചുവന്ന കളറിലാണ്, ചുവന്നതും അതുപോലെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു തേനീച്ചക്കൂട് പോലെയുള്ള വലിയൊരു മതിൽ, അതിൻ്റെ ഒരു ഫേസ് ആണെന്ന് നമുക്ക് പറയാം. ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഫേസ് ആണെന്ന് നമുക്ക് പറയാം. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി, ഇതിൻ്റെ ചെറിയ നല്ല അടിപൊളി രസങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി. നല്ല എന്താ പറയുക, ഇതേപോലെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ചെറിയ ചെറിയ അറകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ അറകളൊക്കെ ഉണ്ടാവും. അതിൽ കിളിവാതിൽ പോലത്തെ, നമ്മളെ കിളിവാതിൽ എന്നൊക്കെ പറയില്ലേ, മെയിനായിട്ട് അത് ലേഡീസിനെ നോക്കാൻ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡായിരിക്കും അപ്പുറം വരുന്നത്. നമ്മൾ മെയിൻ റോഡിൽ ഇതിൻ്റെ ആ തേനീച്ചക്കൂട് പോലത്തെ ആ റൂമുകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്നതായിരിക്കാം. മെയിനായിട്ട് ഇത് ചെയ്തത് ലേഡീസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പഴയ സ്ത്രീകൾ, കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക്, അവർക്ക് പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. ആയിരിക്കും, മേ ബി അങ്ങനെ ആവാനായിരിക്കും കൂടുതൽ സാധ്യത. സോ ഞാനിവിടെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്, നല്ല രസമുണ്ട് കാണാനൊക്കെ.
ഇവിടെ ചെറിയ ചെറിയ അറകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചെറിയ അറകളൊക്കെ കാണാം. എന്താണെന്ന് മനസ്സിലായിട്ടില്ല സംഭവം. അപ്പോൾ ഞാൻ വീണ്ടും മുകളിലോട്ട് കയറി. ഇത് മുകളിലോട്ട് കയറണം. ഏറ്റവും മുകളിൽ ഇപ്പോൾ എത്തിയെന്ന് തോന്നി. ഇപ്പോൾ ഏറ്റവും മുകളിൽ ഏകദേശം എത്തി. അപ്പോൾ ഇവിടെ നല്ല ബ്ലാങ്കാണ്, വലിയ കാര്യം ഇതൊന്നുമില്ല. നല്ല മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, വേറെ ഇതൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. താഴെ നോക്കിയാൽ നമുക്ക് നല്ല വ്യൂസ് കാണാം. ഈ രാജസ്ഥാനിൽ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് ആക്ച്വലി. അതിൽ പെട്ട മെയിൻ കൊട്ടാരമാണ്, സിറ്റി തന്നെ ഉള്ളൊരു കൊട്ടാരമാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. സൂപ്പർ സ്ഥലമാണ്. രാവിലെ തന്നെയാണ് ഇപ്പം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി വരാറുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. ഞാൻ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ല, ഏകദേശം 50 രൂപയുള്ളൂ, 50-60 അതിൻ്റെ അടുത്തേ ഉള്ളൂ. ഇതൊക്കെ പുറം ലോകത്ത് വീക്ഷിക്കാൻ, പുറത്തെ കാഴ്ചകൾ കാണാനുള്ള ചെറിയ ചെറിയ വാതിലുകളാണ് കേട്ടോ, ജനലുകൾ പോലുള്ള വാതിലുകളാണ്. ഇവിടെയുണ്ട് ഇതേപോലുള്ളത്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. നല്ല പെയിൻറ് കണ്ട, ഓറഞ്ചും ഇതുപോലെ ചുവന്ന റെഡും പിന്നെ പിങ്കും യെല്ലോ, ഇതൊക്കെ ഈ പെയിൻ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. മാർബിൾ ഉണ്ട് മെയിനായിട്ട്. കല്ല് മറ്റേ മണൽക്കല്ല്, അതുപോലെ ഈ ചുണ്ണാമ്പ് കല്ല്, അതാണ് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അതായിരിക്കാം കൂടുതൽ സാധ്യത. പിന്നെ മാർബിളുണ്ട്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, മെയിൻ മാർബിളിൻ്റെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാർബിൾ വരുന്നത് എവിടെ നിന്ന് അറിയില്ലേ, രാജസ്ഥാൻ എന്നൊക്കെയാണ്, കൂടുതൽ രാജസ്ഥാൻ എന്നൊക്കെയാണ്. മക്രാന മാർബിൾസ് എന്നൊക്കെ, മക്രാന മാർബിളിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ മാർബിള് ചെയ്യുന്നത്. സോ ഞാൻ ഈ ട്രിപ്പിൽ അവിടത്തേക്കെല്ലാം പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മാർബിളൊക്കെ, അതുപോലെ സാൾട്ട് വാട്ടറിൻ്റെ ഇതുണ്ട്, നമ്മുടെ വലിയ ഈ ഉപ്പ് തടാകങ്ങളൊക്കെ ഉണ്ട് രാജസ്ഥാനിൽ. സോ സമയമുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷെ ഉപ്പ് തടാകമൊക്കെ കുറച്ച് ഉള്ളോട്ടാണ്, അത് അവിടത്തേക്ക് എത്തിപ്പെടാൻ കുറച്ച് കയ്യിലിപ്പം ബൈക്കൊന്നും വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് നോക്കാം.
Ada. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റേ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള ആ കൊട്ടാരത്തിൻ്റെ ഫേസില്ലേ, അത് നമുക്കൊന്ന് നോക്കാം. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതാ ഞാൻ പറഞ്ഞത് മെയിൻ ഹൈലൈറ്റ്. കണ്ടതാ, ഇവിടെ കണ്ട, ഇതാണ് സൂപ്പർ ഹവാ മഹൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇവിടെ ഫോറിൻ ടൂറിസ്റ്റുകളെ കണ്ട നിങ്ങൾ എത്രപ്പാട്. ഇവർ മെയിനായിട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല സ്പോട്ടാണ്, ഫോട്ടോ ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഇവിടെ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് ചാർജും പൈസ ഒക്കെ കൊടുത്താൽ അവർ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു തരും. ഹവാ മഹൽ കണ്ടേ, ഇതൊരു എന്താ പറയുക, ചെറിയ കൂട് പോലെ ആക്കി വെച്ചല്ലേ, ചെറിയ തേനീച്ച കൂട് പോലെയൊക്കെയാണ് തോന്നുന്നത്. സൂപ്പർ. ഇത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുതരം ചുവന്ന ഒരു ഓറഞ്ച് കളറായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഇതടിച്ചിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത് ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഉള്ള ആ രൂപമാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് മുമ്പ് ഏകദേശം 230 ഞാൻ പറഞ്ഞില്ല, 200 വർഷങ്ങൾക്ക് മുകളിലായി. സോ ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് മെയിൻ ഇതിൻ്റെ അട്രാക്ഷൻ, അതായത് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഫേസ് എന്ന രീതിയിൽ ഇതിനെ മുൻപിൽ എടുത്ത് വെച്ചു അല്ലേ. ഒരു കൊട്ടാരം എടുത്തു, അതിൻ്റെ മെയിൻ ഫേസ് ആയിട്ട് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു ഹവാ മഹൽ ഇത് ഇങ്ങനെ കാണണം, ഈ രീതിയിൽ കാണുന്ന രീതിയിൽ സൂപ്പറായി എടുത്തു. അവിടെ ചെറിയ ചെറിയ ജനലുകളൊക്കെ ഉണ്ട്, അകത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോൾ വേറൊരു സ്വാമി ഒരു ടൗൺ ഹാൾ ഉണ്ട്. ഇതൊരു സ്വാൻ സിംഗ് ടൗൺ ഹാളാണ്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ടൗൺ ഹാൾ ഉണ്ട്. സോ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തണം. ഓക്കെ, യു എൻജോയ്.